പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചിന്തിച്ചു നമുക്ക് എങ്ങനെയാണ് ബന്ധത്തിലേക്ക് വരാം. ഈ വീഡിയോയിലും അത് തന്നെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണ് കൂട്ടായ്മയിലേക്ക് വരാം. എന്താണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ? പ്രിയപ്പെട്ടവരെ, സിമ്പിളാണ്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു ഫെലോഷിപ്പ് ആകുന്നു. ഫെലോഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തെ കംപ്ലീറ്റ്ലി പരിശുദ്ധാത്മാവിന് സറണ്ടർ ചെയ്യുന്ന ഒരു ബന്ധമാകുന്നു. നമുക്ക് റിലേഷൻഷിപ്പുകളുണ്ട്. നമുക്ക് ഫെലോഷിപ്പ് ഒറ്റ വ്യക്തിയുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് പരിശുദ്ധാത്മാവാകുന്നു. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ബന്ധമാണ്. പക്ഷേ ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ അത് സറണ്ടേർഡ് ലൈഫാകുന്നു. എനിക്കെങ്ങനെയാണ് ഈ സറണ്ടേർഡ് ലൈഫ് വന്നതെന്ന് ഞാനൊരു ചെറിയ വാക്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിത അനുഭവം. പ്രൈസ് ദി ലോർഡ്. 2019 ഒരു ഏപ്രിൽ മാസം നമ്മുടെ ഹോളി വീക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഞാനൊരു വീട്ടിൽ പോയ സമയത്ത് അവിടെ ഞാനൊരു കുഞ്ഞു ബുക്ക് വായിക്കാനായിട്ടിടയായി. എൻ്റെ ആൻറ്റി എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ബുക്ക് യാദൃശ്ചികമായി കണ്ടപ്പോൾ, എനിക്ക് വായിക്കുന്ന സ്വഭാവമില്ല, പക്ഷേ യാദൃശ്ചികമായി കണ്ടപ്പോൾ എനിക്ക് ഒരു കൗതുകം തോന്നി. അതിൻ്റെ ഓരോ താളുകളും ഞാനിങ്ങനെ മിനിറ്റിന് എണ്ണിക്കൊണ്ടിരുന്നു. തമാശയാണ്. പക്ഷേ ഞാൻ ഇന്നും ആ ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടിയ അവസാനത്തെ 3 ദിവസം കൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ ആ ബുക്ക് വായിച്ചു. അതിൻ്റെ അകത്ത് എന്താണ് ഇത്ര അല്ലെങ്കിൽ അതിൻ്റെ കോർ എന്താണെന്ന് അറിയാനായിട്ട്. എന്നാൽ അതിൻ്റെ അകത്ത് എന്നെ തൊട്ട 2 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒന്നിങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് നീയുമായി ഒരു കൂട്ടായ്മയിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. 2, പരിശുദ്ധാത്മാവ് നിന്നോടുകൂടെ വർഷങ്ങൾ, മാസങ്ങൾ, ദിവസങ്ങൾ, മണിക്കൂറുകളായി വെയിറ്റ് ചെയ്യുന്നു നിന്നോട് സംസാരിക്കാൻ. നീ സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് വെയിറ്റ് ചെയ്യുന്നു. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോൾ, അല്ലെങ്കിൽ ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് അത് ഭയങ്കരമായിട്ട് ആഴ്ന്നിറങ്ങി. അന്ന് എനിക്കിന്ന് ഓർമ്മയുണ്ട്, ആ ദിവസങ്ങളിൽ ഞാൻ തിരിച്ചു വരുന്നതിൻ്റെ പാതിരാത്രി ഒരു 10-12 മണിയായപ്പോൾ ഞാൻ ആ ഹാളിൽ മുട്ടുകുത്തി. ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ശരിക്കും ഈ ബുക്കിനകത്ത് പറയുന്ന സത്യമാണെങ്കിൽ പരിശുദ്ധാത്മാവെ, എനിക്ക് നിന്നെ അറിയണം, എനിക്ക് നിന്നെ മനസ്സിലാക്കണം. ഓഫ് കോഴ്സ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഞാൻ കിടന്നുറങ്ങി. ഞാൻ പിറ്റേന്ന് തിരുവനന്തപുരത്തു നിന്ന് ഞാൻ വീട്ടിലേക്ക് വന്നു. ഞാൻ വീട്ടിൽ കിടന്നുറങ്ങി. വൈകുന്നേരമായി. ഞാൻ എഴുന്നേറ്റു. എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു മിസ്സിങ് പോലെ തോന്നി. ഞാൻ ഒന്നിനെ നഷ്ടപ്പെടുത്തിയതുപോലെ തോന്നി. അങ്ങനെ ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ അന്ന് ഇറങ്ങിയ ഹിറ്റായ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നു. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല ജീസ. ഈ ഡയലോഗ് വെച്ചിട്ട് ഞാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവ്, എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല. ഞാൻ നീയുമായിട്ടൊരു കൂട്ടായ്മയിൽ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞത് എൻ്റെ മേലേക്ക് പരിശുദ്ധാത്മാവിന് ഒരു അസാധാരണമായ ഒരു സാന്നിധ്യം ഇറങ്ങി വന്നു. ഞാൻ ആ സമയം നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ മുകളിലായിരുന്നു. ആ സമയത്ത് ഒരു അസാധാരണമായ സാന്നിധ്യം എൻ്റെ മേലേക്ക് കടന്നു വന്നു. അന്ന് മുതലാണ് സത്യം പറഞ്ഞാൽ ഞാനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം സ്റ്റാർട്ടാകുന്നത്. അതിനകത്ത് ഒരുപാട് വീഴ്ചകൾ പറ്റി, ഒരുപാട് ബലഹീനതകൾ സംഭവിച്ചു. പക്ഷെ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് എന്നെ കാത്തു. അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടു നടന്നു. എൻ്റെ തെറ്റുകളെ തിരുത്തി എന്നെ പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. എന്നെ സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിനെ സഹായിച്ചു. ചിലയിടങ്ങളിലേക്ക് പോകുമ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് ഗൈഡ് ചെയ്തു. ചില കാര്യങ്ങൾ, വചനം ശുശ്രൂഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തന്നു, എന്നെ പഠിപ്പിച്ചു. ഇപ്പോഴും ഞാൻ പഠനത്തിൻ്റെ അകത്താകുന്നു. ഇപ്പോഴും പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നിങ്ങൾക്കും പരിശുദ്ധാത്മാവുമായി ബന്ധം തുടങ്ങാം. ഇതുപോലെ നമുക്കും പരിശുദ്ധാത്മാവുമായി ബന്ധം സ്റ്റാർട്ട് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പരിശുദ്ധാത്മാവുമായി ബന്ധം തുടങ്ങാൻ? നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ എൻ്റെ എല്ലാ വിഷയങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ കൈ കൊടുത്തിട്ടൊന്ന് ഫ്രീ ആകണം? പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും, അബ്രഹാം ഈ കൂടാരത്തിൻ്റെ വെളിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ദൈവം വന്നിട്ട് പറയാം, എടാ, ഞാൻ നിന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, ഞാൻ നിനക്ക് സന്തതികളെ തരും. അബ്രഹാം എങ്ങനെയാണ് ഈ സ്വരത്തെ മനസ്സിലാക്കിയത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പെട്ടെന്നൊരു ദിവസം അബ്രഹാമിൻ്റെ മുമ്പിൽ ദൈവം വന്ന് സംസാരിച്ച വാക്കാണ്,
അല്ലെങ്കിൽ ഈ വാക്കിങ്ങനെ ആയിരുന്നു എങ്കിൽ അബ്രഹാം ഇതിൻ്റെ ചിന്തയാണെന്ന് പറഞ്ഞ് വിട്ടേനെ. പക്ഷേ അദ്ദേഹത്തിന് ഈ ദൈവത്തിൻ്റെ സ്വരത്തെ എങ്ങനെ ഡിസേൺ ചെയ്യാൻ പറ്റി, എങ്ങനെ തിരിച്ചറിയാൻ പറ്റി? ഒറ്റ കാര്യമേ ഉള്ളത്, പരിശുദ്ധാത്മാവിലൂടെ ചെയ്യാൻ പറ്റിയത്. കാര്യം ഈ പരിശുദ്ധാത്മാവുമായിട്ട് നമുക്കൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ സ്വരത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഏതൊരു സാഹചര്യത്തിലും നമുക്ക് ദൈവത്തിൻ്റെ സ്വരത്തെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ അവിശ്വാസത്തിൻ്റെ തലങ്ങൾ അവസാനിച്ചു പോകും. പിന്നീട് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളതിനെ കാണാൻ നമ്മൾ തുടങ്ങും, നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അകത്തുനിന്ന് നമ്മളുടെ പ്രാർത്ഥനകളിലെ വ്യതിയാനം സംഭവിക്കും. അല്ലെങ്കിൽ പ്രാർത്ഥനകളുടെ ഡെസിബിൾ മാറാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫ് മാറാനായിട്ട് തുടങ്ങും. പ്രിയപ്പെട്ടവർ, ഇത് നമ്മളുടെ കഴിവിൽ നടക്കുന്നതല്ല. ക്രിസ്ത്യാനിത്വം അല്ലെങ്കിൽ ക്രിസ്ത്യാനി ജീവിക്കുന്നത് സ്വന്തം കഴിവിലല്ല, പകരം പരിശുദ്ധാത്മാവിലൂടെ ആകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ബന്ധത്തിൽ വരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങൾ എവിടെയാണോ, നിങ്ങളിപ്പോൾ ഒരു പബ്ലിക് ക്രൗഡിൻ്റെ ഇടയിലായിരിക്കാം, നിങ്ങൾ യാത്ര ചെയ്യുമായിരിക്കാം, ചിലപ്പോൾ വീട്ടിൻ്റെ അകത്തായിരിക്കാം, ഒട്ടവർ എവിടെയാണെങ്കിലും ഒറ്റ കാര്യം ചിന്തിക്കുക, നിങ്ങളുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഏത് അവസ്ഥയിൽ പോയാലും ഏത് സാഹചര്യത്തിൽ പോയാലും, പണ്ടൊരിക്കൽ ചിക്കു കുര്യാക്കോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് ദൈവവുമായി ബന്ധത്തിൽ നിൻ്റെ ബാത്റൂമിൽ പോലും നിനക്കിരിക്കാൻ പറ്റും. നിൻ്റെ ബാത്റൂമിൽ പോലും ദൈവവുമായി നിനക്കൊരു ബന്ധത്തിലിരിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഇന്ന് അതേ പരിശുദ്ധാത്മാവ് നിങ്ങളോടും സംസാരിക്കാൻ, നിങ്ങളോടും കൂട്ടായ്മയിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കൂട്ടായ്മ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കണ്ണുകൾ അടയ്ക്കുക, എല്ലാ ചിന്തകളെയും കുറച്ച് നേരത്തേക്കിന് മാറ്റുക. ഇനി നിങ്ങൾക്ക് നമുക്ക് മാറ്റാൻ കഴിയില്ല, പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയാം, പരിശുദ്ധാത്മാവിൻ്റെ ചിന്തകളൊന്ന് മാറ്റണമേ. എന്നിട്ട് പറയാം, പരിശുദ്ധാത്മാവെ, ഞാനും അങ്ങുമായൊരു കൂട്ടായ്മയിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ എല്ലാ വിഷയങ്ങളെയും ഞാൻ തരുന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളെയും ഞാൻ തരുന്നു, എൻ്റെ സകല വിഷയങ്ങളെ ഞാൻ തരുന്നു. എൻ്റെ ചിന്തകൾ, എൻ്റെ ശരീരം, എൻ്റെ ബുദ്ധി, എൻ്റെ സ്പിരിച്വൽ ലൈഫ്, എൻ്റെ ഫിസിക്കൽ ലൈഫ്, എൻ്റെ നീഡിറ്റി, എൻ്റെ സകലതിനെ ഞാൻ തരുന്നു. അങ്ങേറ്റെടുക്കണമേ. ഞാൻ അങ്ങുമായിട്ടൊരു കൂട്ടായ്മയിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങുമായിട്ടൊരു ബന്ധത്തിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്കെങ്ങനെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഈ പരിശുദ്ധാത്മാവുമായിട്ട് എങ്ങനെ കൂട്ടായ്മയിലായിരിക്കാം എന്നുള്ള വീഡിയോയ്ക്ക് അടുത്ത് നമുക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.